സാവകാശമാണ് ഖുർആൻ വായിച്ചു പോകേണ്ടത്. വേഗത്തിൽ ഓടി തീർക്കുകയല്ല, വേഗത്തിൽ പാരായണം ചെയ്തു പോവുകയല്ല. പതുക്കെയാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. സാവകാശമാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ആവർത്തിച്ചാവർത്തിച്ച് ചില ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യണം. സ്വഹാബത്ത് ഒരായത്തുകൊണ്ട് രാത്രി നമസ്കരിച്ചവരുണ്ട്. ഒരൊറ്റ ആയത്തുകൊണ്ട് രാത്രിയുടെ 1/3 നമസ്കരിച്ച സ്വഹാബത്തുണ്ട്. ഒരായത്ത് ബഹറാണ്, കടലാണ്, ചിന്തിക്കാനുണ്ടതിൽ. ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിനോട് ചോദിക്കാനുണ്ടതിൽ. സലഫുകൾ പറയാറുണ്ട്, ലാ തസ്തഅജിൽ, ധൃതി കാണിക്കല്ലേ, ഖുർആനിന്റെ മുന്നിൽ നീ ധൃതി കാണിക്കല്ലേ. എവിടേക്കാണ് വേഗത്തിൽ വായിച്ചു പോകുന്നത്? ഖിഫ് ഇൻദ കുല്ലി ആയ, ഖിഫ് ഇൻദ കുല്ലി ആയ, ഓരോ ആയത്തിന്റെ മുന്നിലും ഒന്ന് നിൽക്കണേ. ഒരായത്ത് പാരായണം ചെയ്ത് ഒരൽപ്പനേരം ഒന്ന് നിന്ന് ഒന്ന് ചിന്തിക്കണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ലാ തഹ്ദൂഹു ഹസ്ദ ശിഅർ, ഒരു കവിത പോലെ ഒഴുകിപ്പോകേണ്ടതല്ല ഖുർആൻ. കവിതയല്ല ഖുർആൻ, പാട്ടല്ല ഖുർആൻ. പാട്ടുപോലെയല്ല ഖുർആൻ ഓതേണ്ടത്, കവിത പോലെയല്ല ഖുർആൻ ഓതേണ്ടത്. നമ്മുടെ ചുണ്ടുകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വരികളല്ല ഖുർആൻ. വലാ തൻസറൂഹു നസ്റ ദഖൽ, ഒരു കർഷകൻ വിത്തെറിയുന്ന രൂപത്തിൽ അങ്ങനെയല്ല നിന്റെ ഖുർആൻ പാരായണം. ഖിഫൂ ഇൻദ അജായിബിഹി, ഖുർആനിന്റെ അത്ഭുതത്തിന്റെ മുന്നിൽ നിങ്ങളൊന്ന് നിൽക്കൂ. മനോഹരമായ ഒരു പ്രദേശം കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കില്ലേ? കണ്ണിനാനന്ദമുള്ള ഒരു പ്രദേശം കണ്ടാൽ, മഹാത്ഭുതങ്ങൾ കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കില്ലേ? എത്ര സമയം നമ്മൾ ചിലവഴിക്കും? ഖുർആൻ അത്ഭുതമാണ് കൂട്ടരെ. ഖുർആനിലെ ആയത്തുകൾ അത്ഭുതമാണ് മനുഷ്യരെ. ആ ഖുർആനിന്റെ ആയത്തുകൾക്ക് മുന്നിൽ ഖിഫൂ, നിങ്ങളൊന്ന് നിൽക്കണേ. വഹർരികൂ ബിഹിൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ ഒന്ന് ചലനം സൃഷ്ടിക്കണേ. ആ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കും. കണ്ണുകൾ നനക്കും, ഹൃദയം കരയും. ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് സ്വർഗം ചോദിക്കും, റബ്ബിനോട് നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കും.